ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ഇതൽ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. 7-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ആണ് ഇത്രയും ഡിലേ ആയത്. ഇത് മോളുടെ കുഞ്ഞിലത്തെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ആഡ് ചെയ്തേക്കണം കേട്ടോ. ആൾ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. 8th മന്തിലായിരുന്നു എനിക്ക് ഡെലിവറി ആയത്. അപ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു നേരത്തെ ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. ഇടയ്ക്ക് മോളുടെ സംസാരമൊക്കെ കേൾക്കാം. ആളെൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇതാണ് നമ്മളെ ബർത്ത്ഡേ കേക്ക്. നമ്മളെ വീട്ടിനടുത്തൊരു ചെറിയൊരു ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ചെറിയ രീതിയിലൊരു ആഘോഷം, അത്രയേ ഉള്ളൂ. വലിയ ആർഭാടമായിട്ടൊന്നും നടത്താൻ പറ്റിയില്ല. നമ്മളെ സാഹചര്യം കൊണ്ട് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ആകപ്പാടെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും പിന്നെ നമ്മളെ ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ വീട്ടിനടുത്ത് താമസിക്കുന്നവരെ പോലും നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. കാരണം അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്ന് മാത്രം ആണെന്ന്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ആഘോഷം, എന്നാലും എനിക്ക് ചെറിയ വിഷമമുണ്ട്. എന്നാൽ ആർഭാടമായിട്ട് നടത്തണമെന്ന് ഒക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇവള് ജനിച്ച സമയത്തൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു എല്ലാ ആഘോഷവും നല്ല ആർഭാടമായിട്ട് നടത്തണമെന്നൊക്കെ. പക്ഷേ നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു കേക്ക് മുറിക്കൽ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ചേച്ചിയുടെ 3 മക്കളുണ്ട് കേട്ടോ. ചേച്ചിയുടെ 3 മക്കളും അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു സന്തോഷമുണ്ട്, എന്നാലും സങ്കടവും ഉണ്ട്. എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ സാഹചര്യമല്ലേ. അടുത്ത വർഷമെങ്കിലും നന്നായിട്ട് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എല്ലാപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും. അവളെല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിലിരുന്നുള്ള ചിരിയും കളിയും മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത് അങ്ങനെ പോകത്തൊന്നുമില്ല. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആരുടെ അടുത്തും അങ്ങനെ പോകത്തില്ല. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അവർ പോയി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ചെറിയ വീഡിയോയും കൂടെ എടുത്തു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ.